friends and welcome back to our channel Rhythm of Life with Adi. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവർക്കും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധേഡായിട്ടുള്ളവരായിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതലും ബോധർ ചെയ്യുന്നവരാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നവർ പോലും ആരും കാണാതെ കണ്ണാടി ഒന്ന് എടുത്ത് നോക്കുന്നത് അതങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്പ് ഞാൻ ട്രൈ ചെയ്യാറുള്ള ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഒട്ടുമിക്ക നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്തെ ഷേപ്പൊക്കെ മാറാറുണ്ട് അല്ലേ? അവിടെ എവിടെയായിട്ടൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, ഫ്ലഷി ആയിട്ട് എന്താ പറയുക, ഒരു പഫി ലുക്ക് വരാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ എന്ന് പറയാം. നമ്മുടെ തുടുത്ത് മുഖത്തൊക്കെ കുറച്ച് വണ്ണമൊക്കെ വെച്ച് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജോ ലൈൻസ് ഒക്കെ ഇങ്ങനെ മാറിപ്പോകുന്ന എന്ന് വെച്ചാൽ കാണാതെ വരും, ചെറിയ ചുളിവുകളൊക്കെ വീഴാൻ തുടങ്ങും. ഇതൊക്കെ നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇപ്പം വന്നിട്ട് അതൊക്കെ മേക്കപ്പ് ചെയ്ത് മാറ്റാനുള്ള ഒരുപാട് കോസ്മെറ്റിക്സ്, ഒരുപാട് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ളത് കോണ്ടറിങ് ആണ് അല്ലേ? നമ്മുടെ ജോ ലൈൻസ്, അതുപോലെ നമ്മുടെ ഈ ചീക്ക് ബോൺസ്, അതുപോലെ നമ്മുടെ നെറ്റി തടങ്ങൾ, ഇവിടെയൊക്കെ എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് ഷൈൻ ചെയ്ത് നല്ല ഷാർപ്പനാക്കി വെക്കാനായിട്ടാണ് നമ്മൾ കോണ്ടറിങ് ഹൈലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അതൊന്നും യൂസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മുഖം കുറച്ചും കൂടെ ആ പഫി ആ ഒരു ലുക്കൊക്കെ മാറ്റി കുറച്ച് നല്ല ഷാർപ്പനാക്കി വെക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മസാജിങ് ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ് കേട്ടോ, ഞാൻ പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ നമ്മളൊരു 10 വർഷം പുറകോട്ട് പോയതുപോലെ ആകുമെന്നാണ് പറയുന്നത്. അത് ഷുവറുമാണ്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ മുഖം എല്ലാം എപ്പോഴും ഇച്ചിരി പഫി ലുക്കായിരിക്കും. എന്ന് വെച്ചാൽ ഒരു നീര് വെച്ച പോലെ ഇരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പറഞ്ഞ് നല്ലൊരു ലെവലിലായിട്ട് കിട്ടും നമ്മുടെ മുഖം. സോ ഫ്രണ്ട്സ്, നമുക്കിനി ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു മസാജിങ് ക്രീം ഉപയോഗിച്ച് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തെ ആ ഫ്രിക്ഷനൊക്കെ ഒന്ന് മാറി മുഖത്തെ ആ സ്കിന്നൊക്കെ ഒന്ന് മയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് മസാജിങ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മളൊരു മസാജിങ് ക്രീം യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മസാജിങ് ക്രീം തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും ഓയിലും യൂസ് ചെയ്യാൻ പറ്റും. ഓയിലെന്ന് വെച്ചാൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അതുപോലെ ആൽമോണ്ട് ഓയിൽ, അതുപോലെ ഒലീവ് ഓയിൽ. നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ മുൻഭാഗത്തായിട്ടുള്ള ആ ഒരു ലിംസില്ലേ, അവിടെ നിന്നും നമ്മുടെ 2 കൈകളും കൊണ്ട് മോഡറേറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ കോളർ ബോൺസ്, നമ്മുടെ കഴുത്തിൻ്റെ എല്ലില്ലേ, അവിടെ വരെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ സ്കിന്ന്, നമ്മുടെ ബോൺസൊക്കെ ഒന്ന് വാമപ്പ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ മുഖത്ത് ആ ഫേസ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു വാമപ്പൊക്കെ ആയി കഴിഞ്ഞാണ്. ഇതൊരു 3 തവണ നമുക്ക് ചെയ്യാം കേട്ടോ. സോ ഫ്രണ്ട്സ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർഹെഡിൽ നിന്നുമാണ് ഇതുപോലെ 3 വിരലുകൾ വെച്ച് ഒരു മോഡറേറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരുവശങ്ങളിലേക്കും വലിക്കുക. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ കോളർ ബോൺ വരെ വീണ്ടും മസാജ് ചെയ്ത് വിടുക. ഇത് ഒരു 3 തവണയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നെറ്റിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടും. അതുപോലെ തന്നെ ഈ നെറ്റി ഇത്തിരി മുൻപോട്ട് തള്ളി നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നെറ്റിയൊക്കെ ഒന്ന് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഇത് 3 തവണ ചെയ്താലും മതിയാകും. ഇനിയിപ്പോൾ അങ്ങനെ നെറ്റിയൊക്കെ ഒന്ന് നിൽക്കുന്നവരാണെങ്കിൽ ഒരു 3-4 തവണ ചെയ്താലും നല്ലതായിരിക്കും. ഇനി ഫ്രണ്ട്സ്, തേർഡ് സ്റ്റെപ്പ്, ഇത് ഐ മസാജാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്നും കണ്ണിൻ്റെ താഴ്ഭാഗത്തോട് ഇന്നർ കോർണറിലേക്ക് കയറി, മേൽഭാഗത്തൂടെ വീണ്ടും ഔട്ടർ കോർണറിലേക്ക് ഇറങ്ങി, വീണ്ടും താഴ്ഭാഗത്തൂടെ ഇന്നർ കോർണറിലേക്ക് വന്നിട്ട് സെയിം അതേ പാത്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഇയറിൻ്റെ ലിംസിൻ്റെ അവിടേക്ക് എത്തി അവിടെ നിന്ന് നമ്മുടെ കോളർ ലിംസിലേക്ക് മസാജ് ചെയ്ത് വിടുക.
ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണുകളുടെ നെർവ്സിനൊക്കെ ഒരു ഉണർവ് കിട്ടാനും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ കണ്ണിന് താഴെ വാട്ടർ ലൈൻസ് കൂടുതൽ ഇങ്ങനെ കണ്ണിൻ്റെ കൺതടങ്ങൾ ഇത്തിരി പൊങ്ങിയിരിക്കുന്നവരൊക്കെ കാണാറില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ, ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് മാറി നല്ല ഒരു ലെവലിലാവാനായിട്ട്, ഒരു പഫി ഐസൊക്കെ മാറി കിട്ടാനായിട്ടൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ഒക്കെ മാറി കിട്ടാനായിട്ട് ഈ ഒരു മസാജിങ് സഹായിക്കും. ഇത് 3 തവണ നമുക്ക് ചെയ്യാം. ഇനി 4th സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിത് ചിൻ ഭാഗത്ത് നിന്ന്, നമ്മുടെ താടി ഭാഗത്ത് നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഡറേറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ചിൻ ഭാഗത്ത് നിന്ന് നമ്മുടെ മൂക്കിൻ്റെ താഴ്ഭാഗം വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 3 തവണ ചെയ്യാവുന്നതാണ്. മൗത്തിന് സറൗണ്ടിങ്സ് ആയിട്ടാണ് നമുക്ക് മസാജ് ചെയ്യേണ്ടത്. അടുത്ത 5th സ്റ്റെപ്പാണ്. ഇത് നമ്മുടെ മൂക്കിന് ചുറ്റുമാണ് ചെയ്യുന്നത്. നോസ് വിങ്സിൻ്റെ മുകളിലായിട്ടുള്ള ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ആ മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കും. മൂക്കിന് മേൽ ഭാഗത്തായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത്, ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇയർ ലിംസിൻ്റെ അവിടേക്ക് വന്നിട്ട് കോളർ ബോൺസ് വരെ വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് വിടുക. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ താടി ഭാഗത്തു നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു മോഡറേറ്റ് പ്രഷർ അപ്ലൈ ചെയ്തതുകൊണ്ട് നമ്മുടെ ചീക്ക് സെൽസിൻ്റെ അവിടേക്ക് വന്നതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ഇയർ ലിംസിൻ്റെ അവിടെ നിന്നും കോളർ ബോൺസ് വരെ മസാജ് ചെയ്ത് വിടുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ആ കവിളിലെ ആ എക്സ്ട്രാ ഫാറ്റൊക്കെ ഒന്ന് കുറച്ച്, നമ്മുടെ മൂക്കിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഫാറ്റ് കൂടുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു ഫോൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മളെ സഹായിക്കും. ഇതൊരു 3 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പെയിൻഫുൾ ആവാൻ പാടില്ല, എന്നാൽ അത് ഒരുപാട് കുറയാനും പാടില്ല, ലൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ മുഖത്ത് പ്രഷർ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഫ്രണ്ട്സ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ നമ്മളുടെ ഒരു കവിൾ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു കൈ വെച്ച് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് സെക്ഷനിൽ നിന്നും ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇയർ ലിംസിൻ്റെ അവിടേക്ക് വന്നിട്ട് കോളർ ബോൺസ് വരെ മസാജ് ചെയ്ത് വിടുക. ഈ സ്റ്റെപ്പ് വന്നിട്ടും സെയിം ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ചീക്കിൻ്റെ കവിളത്തുണ്ടാവുന്ന ആ ഒരു ഫാറ്റ്നെസ് ഒക്കെ കുറഞ്ഞ്, അതേപോലെ ആ ഒരു നമ്മുടെ കവിള് തൂങ്ങിക്കിടക്കുക എന്ന് പറയാറില്ലേ, ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് മാറ്റി കിട്ടി നമ്മുടെ അവിടുത്തെ ആ ഫോൾഡ്സ് ഒക്കെ ഒന്ന്, അവിടുത്തെ ചുളിവുകളൊക്കെ ഒന്ന്, മടക്കുകളും ചുളിവുകളും ഒക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ഓപ്പോസിറ്റ് ഭാഗത്തേനും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 2 ചീക്സിൽ നമ്മളിത് തന്നെ സെയിം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പം സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നമ്മുടെ താടി ഭാഗത്ത് നിന്നും നമ്മുടെ ആ ജോ ലൈൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഇന്നർ കോർണറിലേക്ക് എത്തി, അവിടെ നിന്നും വീണ്ടും നമ്മുടെ ഇയർ ലിംസിൻ്റെ അവിടേക്ക് എത്തി, അവിടെ നിന്നും കോളർ ലിംസ് വരെ മസാജ് ചെയ്യുക. ചാടി നിൽക്കുന്ന കവിളൊക്കെ ഒന്ന് ഒതുങ്ങാനും ഇത് നല്ലതാണ്. സോ ഫ്രണ്ട്സ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മൂക്കിൻ്റെ ഇരുഭാഗത്തുമായിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചെവിയുടെ ലിംസിൻ്റെ അവിടേക്ക് എത്തിച്ച് അതിന് ശേഷം കോളർ ലിംസ് വരെ മസാജ് ചെയ്ത് വിടുക. ഇതൊരു 3 times റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഈ വണ്ണം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂക്കിനും മൗത്തിനും ഇടയിലായിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ലൈനൊക്കെ മാറി കിട്ടാൻ വേണ്ടി, നമ്മുടെ ആ കവിളിന് വണ്ണം കൂടുമ്പോഴത്തേനും ഒരു ലൈൻ വരാറുണ്ട്. ആ ഒരു ലൈനൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നത്.
സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടെക്നിക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ വേറെ വലിയ മെനക്കെട്ട പണിയൊന്നും അല്ലല്ലോ. നമുക്ക് എല്ലാവരും ബിസിയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഒരു 3-4 മിനിറ്റ് എടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 10-20 മിനിറ്റ് വേണമെങ്കിൽ നമുക്കിതിട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് നമുക്കിതിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.